ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് തന്നെ അവിയൽ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ മാങ്ങയാണ് പുളിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ കഷ്ണവും ഒരുമിച്ച് കുക്കറിൽ ചേർത്ത് കൊടുത്തു. ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് അടി പിടിക്കാതിരിക്കാൻ ആവശ്യത്തിന് വെള്ളം, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒറ്റ വിസിലാവുന്നതുവരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. വിസിലടിച്ച് അപ്പം തന്നെ പ്രഷർ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അരയ്ക്കണ്ട, ക്രഷ് ചെയ്താൽ മതി. അത്രയും ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. വിസിലടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളുടെ വിസിൽ മാറ്റി കഴിയുമ്പോൾ ആ കഷ്ണങ്ങളെല്ലാം കൂടി അപ്പുറത്തെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന വെള്ളവും നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. എനിക്ക് അവിയലിങ്ങനെ ഇച്ചിരി കുഴഞ്ഞ ടൈപ്പിൽ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി അതിലേക്ക് മാറ്റി നമ്മളുടെ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് 5 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി. എടുക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പറായി. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്ത് നോക്ക്. സാധാരണ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ജോലിക്ക് പോണവർക്കും കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.